അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കാലത്ത് കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തൻ്റെ ഭാര്യയെയും പരസ്പരം രമ്യതയിൽ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വാശിയും അവരുടേതായ പഴയ രീതികളും, എന്നാൽ ഭാര്യയുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ ഒരു പരസ്പര ധാരണയിൽ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് പല ഭർത്താക്കന്മാരെയും അലട്ടുന്ന ഒരു പ്രയാസമാണ്. ഈ പ്രയാസത്തിൽ ഭാര്യമാരും പലപ്പോഴും ബുദ്ധിമുട്ടിപ്പോകാറുണ്ട്. മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. മാതാപിതാക്കളോട് ഏറ്റവും ഇഹ്സാനോടുകൂടി നന്മയിൽ പെരുമാറണം. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നിങ്ങനെയുള്ള അധ്യാപനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളോട് പല കാര്യങ്ങളിലും പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല എങ്കിലും ഇഷ്ടക്കേടോടുകൂടി സഹിക്കേണ്ടുന്ന അല്ലെങ്കിൽ അനുസരിച്ച് കൊടുക്കേണ്ടുന്ന ഒരു നിസ്സഹായാവസ്ഥ പല ഭർത്താക്കന്മാരും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാര്യയുടെ ന്യായമായ പല ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്നതിൽ പോലും മാതാപിതാക്കൾ എന്ത് കരുതും, അവർ എന്ത് പറയും എന്നുള്ള ഒരു പ്രയാസം തടസ്സമായി നിൽക്കുന്നത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അവരോട് മാന്യമായിട്ട് പെരുമാറുക, അവരോട് ഛേ എന്ന് പോലും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വിധേയരാകണം എന്നല്ല. മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യത്തിലും ഏതറ്റം വരേക്കും അനുസരിക്കുക എന്ന് അർത്ഥമില്ല. ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത് മാതാപിതാക്കളെ മാത്രമല്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഇങ്ങനെയാണ്: അത്തിഉ അല്ലാഹ വ അത്തിഉ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ, ഉമറാക്കളെ, അമീറിനെ അനുസരിക്കണം എന്നാണ്. അതായത് ഭരണാധികാരികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, ഭരണാധികാരിയെയും അനുസരിക്കണം എന്ന് പറയുമ്പോൾ പക്ഷെ ആ ഭരണാധികാരിയോടുള്ള അനുസരണം പോലും നിരുപാധികമല്ല. ഏത് കാര്യത്തിലും ഏതറ്റം വരേക്കും അനുസരിക്കണം എന്നല്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണമേറ്റെടുക്കുമ്പോൾ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്: ഞാൻ നന്മയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക, സത്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക, എന്നാൽ എനിക്ക് പിഴവ് സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുകയും ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ മാതാപിതാക്കളെയും അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് അനുസരിക്കേണ്ടത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം രാത്രികാലങ്ങളിൽ വേഷം മാറി നാടിലെ അവസ്ഥകൾ അറിയാൻ വേണ്ടി കറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കേട്ട സംഭാഷണം, ഒരു പെൺകുട്ടിയും അവളുടെ ഉമ്മയും തമ്മിലുള്ള സംഭാഷണം. അതിൽ ആ ഉമ്മ പറയുന്നത് മോളോട് പാലിൽ വെള്ളം ചേർക്കാനാണ്. പക്ഷെ ആ കുട്ടി വളരെ മാന്യമായി മാതാവിനോടുള്ള സ്നേഹത്തോടുകൂടി ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പെൺകുട്ടി അത് നിരസിക്കുന്നുണ്ട്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് ഖലീഫ ഉമർ പറയുന്നത് കേട്ടിട്ടില്ല ഉമ്മ. ഖലീഫ ഉമർ കേട്ടിട്ടില്ലെങ്കിൽ, ഇത് കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ല എങ്കിലും അള്ളാഹു നമ്മളിത് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ആ മോൾ ഉമ്മയോട് വളരെ ആദരപൂർവ്വം പറഞ്ഞ് തിരുത്തുന്നുണ്ട്. ഈ സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്, ഒക്കെയുണ്ട്. അത് പാലിൽ വെള്ളം ചേർക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹവും ആദരവും വേണം. അവരോട് ഛേ എന്ന് പറയരുത്, അവരുടെ കാൽച്ചുവട്ടിലുള്ള സ്വർഗം നമുക്ക് നഷ്ടപ്പെടരുത്. പക്ഷേ അവരുടെ ഏത് കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുകയല്ല, അവരുടെ ഏത് കൽപ്പനകളും അനുസരിക്കുകയല്ല അവരോടുള്ള സ്നേഹം എന്ന് നമ്മൾ ഈ ഒരു കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതുണ്ട്. പാലിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ ബോധ്യങ്ങളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ
നമ്മുടെ ആദർശത്തിൽ ഒന്നും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ മക്കളുടെ അവകാശങ്ങളിലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. അത് ആര് പറഞ്ഞിട്ടായാലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിലപാടായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറയുന്ന ന്യായമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ആദരവോടുകൂടി അത് നടപ്പിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം. ന്യായമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് നയപരമായ നിലയിൽ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് കയർത്ത് സംസാരിക്കാതെ തന്നെ നമ്മൾ ന്യായത്തിൻ്റെ കൂടെ, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന നന്മയും അതുപോലെ മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മയും. ഇല്ലെങ്കിൽ സംഭവിക്കുക, മാതാപിതാക്കൾ പറഞ്ഞു അവരെ പിണക്കേണ്ട, വിഷമിപ്പിക്കേണ്ട, അവരോട് അനാദരവ് കാണിക്കേണ്ട എന്ന് കരുതി അവർ പറയുന്ന അന്യായമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നാൽ അതിൻ്റെ കുറ്റത്തിന് നമ്മളും അവരും ഒരുപോലെ അർഹരായിത്തീരുമെന്നുള്ളതാണ്. അത്തരം അന്യായങ്ങൾക്ക് വിധേയരാകുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യയുടെ ഒക്കെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥത, അതിൻ്റെ പ്രയാസം, ഇതിൻ്റെയൊക്കെയും കുറ്റത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് മാതാപിതാക്കളും ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ, സത്യത്തിൻ്റെ കൂടെ, നീതിയുടെ പക്ഷത്ത് നിൽക്കുക. മാതാപിതാക്കളോട് സ്നേഹത്തിൽ, നന്മയിൽ, ആദരവോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക്, ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലായ്പ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ പാലിലും അതുപോലെ ജീവിതത്തിലും നിലപാടുകളിലും അവകാശങ്ങളിലും ബാധ്യതകളിലും ഒന്നും വെള്ളം ചേർക്കാതെ സത്യസന്ധമായി ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.